കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് കോടതിയിൽ ഹാജരാക്കി. താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. 4 മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് കോടതിയിൽ ഹാജരാക്കി. 24 ബിഗ് ബ്രേക്ക്. ദീപക് ധർമ്മടമാണ് ബിഗ് ബ്രേക്കുമായി ചേരുന്നത്. ദീപക്, ഈ നഞ്ചക്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് ഈ കേസ് അന്വേഷണത്തിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു തെളിവ് കണ്ടെത്തലുമാണ്. ദീപക്. ഹാഷ്മി, അത് തന്നെയാണ് ഈ കേസിൽ ഒരുപക്ഷെ കോടതിയിൽ നാളെ കൃത്യമായ ശിക്ഷ നൽകാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെഞ്ചക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനത്തിലാണ് പരിക്ക് പറ്റിയത്. ഈ തലയ്ക്ക് 70% പരിക്ക് പറ്റി, ഒബ്ലാങ്കട്ട ഉൾപ്പെടെ പൊട്ടിപ്പോയി എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടിനെ സാധൂകരിക്കാവുന്ന തെളിവ് ഈ കേസിലെ 1-ാം പ്രതി, അതായത് പ്രതിപ്പട്ടികയിൽ മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ 2-ാം പ്രതിയായി നിൽക്കുന്ന ആ പയ്യൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു. വീട് അടച്ച നിലയിലായിരുന്നു. അടച്ച നിലയിൽ പിന്നീട് പോലീസ് തുറപ്പിക്കുന്നു. വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച നിലയിൽ ഈ നെഞ്ചക്ക് കണ്ടെടുക്കുന്നു. ആ നെഞ്ചക്കാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, ഇതിനൊപ്പം തന്നെ ഈ ഇന്നലത്തെ റെയ്ഡ്, ആ റെയ്ഡ് സത്യത്തിൽ വളരെ ശാസ്ത്രീയമായി നടത്തിയ ഒരു റെയ്ഡായിരുന്നു. ഒരേ സമയത്ത് 4 വീടുകളിൽ ഒരുമിച്ച് കയറുന്നു. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ കയറുന്നു. അവിടെ കണ്ടെത്തിയ ടെലിഫോൺ, മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, അതിൽ ചില ശാസ്ത്രീയ തെളിവുകൾ, ഈ കൊലപാതകത്തിൻ്റെ, ഈ അക്രമത്തിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ കേസിൽ റൂറൽ പോലീസ് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹായം നൽകിയവർ, അതുപോലെ ഈ ഇൻസ്റ്റിഗേഷൻ നടത്തിയവർ, ഇത്തരം ആൾക്കാരെ എല്ലാം കണ്ടെത്താനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ആഷ്മി പറഞ്ഞതുപോലെ ഈ നെഞ്ചക്ക് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അത് പ്രതികൾക്ക് ഒരു വലിയ പണി തന്നെയായി മാറുമെന്ന് ഉറപ്പാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.